coming soon. കാണുന്നില്ലേ, അറിയുന്നില്ലേ കാലത്തിൻ അടയാളങ്ങൾ, കേൾക്കുന്നില്ലേ, ഓർക്കുന്നില്ലേ കർത്താവിൻ പ്രവചനങ്ങൾ. വരികയായി രാജാധിരാജൻ, ഒരുങ്ങുവിൻ പ്രിയജനമേ, കൊയ്ത്തിനു കാലമായി, വിളവുകൾ പാകമായി, ആത്മാവിൻ അഭിഷേകത്താൽ ആത്മാക്കളെ കൊയ്തിടാം. പ്രാർത്ഥനയാലേ പരിത്യാഗത്താലേ സുവിശേഷ വേല ചെയ്യാം, ആത്മാക്കളെ നേടിടാം. റേമാ റേമാ കർത്താവ് സംസാരിക്കുന്നു. റേമാ റേമാ കർത്താവ് സംസാരിക്കുന്നു. ജനമേ, ദൈവജനമേ, ഹൃദയം തുറന്നു കേൾക്കുവിൻ. കർത്താവിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങൾക്കേവർക്കും ആശംസിക്കുകയാണ്. ഷെക്കേന ടെലിവിഷനിലൂടെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ റേമ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഈ വചന വിരുന്നനായി കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുവാൻ, കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യത്തിൽ നിന്ന് അഭിഷേകം ഏറ്റെടുക്കുവാൻ, കർത്താവിൻ്റെ ആത്മാവിനാൽ നമ്മളെല്ലാം പൂരിതരാകുവാൻ സ്വർഗം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന കൃപയുടെ മണിക്കൂറാണിത്. ഏറെ പ്രാർത്ഥനയോടെ ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഓരോ ആലോചനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് 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 കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുക. ഈ സമയം ടെലിവിഷനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിയോഗങ്ങൾ ടെക്സ്റ്റായിട്ട് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഒപ്പം യൂട്യൂബിലെ കമൻറ്റ് ബോക്സിലേക്കും നമ്മുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ, നിയോഗങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, വേദനകളൊക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. ഈ ശുശ്രൂഷയുടെ സമാപന സമയത്ത് നമ്മൾ ഒരുമിച്ച് യേശുനാമം വിളിച്ച് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. പരിശുദ്ധാത്മാവ് സർവശക്തനായ ദൈവമാണ്. കർത്താവിൻ്റെ അരൂപിക്ക് എല്ലാം സാധ്യമാണ്. നമുക്ക് അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന് സാധ്യമാണ്. എത്ര വലിയ പ്രതികൂലങ്ങളാകട്ടെ അത് അനുകൂലങ്ങളാക്കാൻ കർത്താവിൻ്റെ ആത്മാവിന് കഴിയും. അനേകം രോഗികള്, തകർന്നവരെ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരെ, മക്കളില്ലാത്ത ദമ്പതിമാരെ, ജോലി നഷ്ടപ്പെട്ടവരെ, വിവാഹ തടസ്സമുള്ളവരെ, വിട്ടുമാറാത്ത തഴക്ക ദോഷങ്ങളിൽ നൊന്ത് കഴിയുന്നവരെ എന്നു വേണ്ട നമ്മുടെ പ്രതിസന്ധി എന്തുമാവട്ടെ, കർത്താവിൻ്റെ ജീവനുള്ള വചനത്തിൽ നാം ഹൃദയമുറപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. 108 സങ്കീർത്തനം 13 വചനം ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുകയാണ്: ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ ധീരമായി പൊരുതും. 108 സങ്കീർത്തനം 13 വചനം. എന്താ പരിശുദ്ധാത്മ പറയുന്നത്? ദൈവം കൂടെയുണ്ടെങ്കിൽ
ഞങ്ങൾ ധീരമായി പൊരുതും. ഞങ്ങൾ ധീരമായി പൊരുതും. അവിടുന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കാൻ പോകുന്നത്. ദൈവം കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും. നമ്മുടെ ഉറപ്പെന്ന് പറയുന്നത് മണി പവറോ പൊളിറ്റിക്കൽ പവറോ മസിൽ പവറോ ഒന്നുമല്ല, കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യമാണ്. കർത്താവ് നമ്മോട് കൂടെയുള്ളതാണ് നമ്മുടെ ഉറപ്പ്, നമ്മുടെ കരുത്ത്, നമ്മുടെ ശക്തി. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവ് കൂടെയുണ്ടെങ്കിൽ നമുക്ക് ധീരമായി പൊരുതാം. സാത്താൻ ഉയർത്തുന്ന വെല്ലുവിളികൾക്കെതിരെ, പൈശാചിക പീഡകൾക്കെതിരെ, മനുഷ്യർ ഉയർത്തുന്ന പ്രതിബന്ധങ്ങൾക്കെതിരെ, പ്രതികൂലങ്ങൾക്കെതിരെ നാം ധീരമായി പൊരുതുമ്പോൾ നമ്മുടെ പോരാട്ടത്തിൽ കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ മുദ്രയുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുക. നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളും തകർച്ചകൾ എത്രമാത്രം വലുതാകട്ടെ, അതിനെ മറികടക്കുവാനുള്ള എനർജി കർത്താവിന്റെ ആത്മാവ് നമുക്ക് പ്രദാനം ചെയ്യും. വീണ്ടും സാമുവേലിന്റെ 2-ാം പുസ്തകം 22-ാം അധ്യായം 30-ാമത്തെ വചനം. 2 സാമുവേൽ 22:30 എന്താ വചനം പറയുന്നത്? അങ്ങയുടെ സഹായത്താൽ സൈന്യ നിറയെ ഞാൻ ഭേദിക്കും, എന്റെ ദൈവത്തിന്റെ സഹായത്താൽ കോട്ട ഞാൻ ചാടിക്കടക്കും. സങ്കീർത്തകനായ ദാവീദിന്റെ പ്രത്യാശയായിരുന്നു, എന്റെ ദൈവത്തിന്റെ സഹായത്താൽ ഏത് പ്രതിസന്ധിയും ഏത് പ്രതികൂലവും, എന്തുമാത്രം വെല്ലുവിളികള്, തകർച്ചകള്, നൊമ്പരങ്ങള് എന്തുമാവട്ടെ, ഞാനത് ചാടിക്കടക്കും. ഈ ഒരു ഉറപ്പ് നമുക്കുണ്ടാകണം. നമ്മളിങ്ങനെ കരഞ്ഞ് നിരാശപ്പെട്ട് തളർന്ന് ജീവിതം അവസാനിപ്പിക്കാൻ വിളിക്കപ്പെട്ടവരല്ല. നമ്മൾ അനുഗ്രഹത്തിന്റെ അവകാശികളാണ്, നമ്മൾ കൃപയുടെ അവകാശികളാണ്, നമ്മൾ അഭിഷേകത്തിന്റെ അവകാശികളാണ്. കർത്താവായ യേശുവിന്റെ തിരുച്ചോരയുടെ ശക്തിയാൽ നമുക്കിതിനുള്ള അവകാശങ്ങളുണ്ട്. എൻ്റെ ദൈവത്തിന്റെ സഹായത്താൽ, ദൈവം നമ്മളെ സഹായിച്ചാൽ നമ്മുടെ ജീവിതം കൃപയാണ്. വേറെ ആര് സഹായിച്ചാലും ദൈവം സഹായിക്കുന്നില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിലേക്ക് കണ്ണുയർത്തണം, കർത്താവിൽ ശരണപ്പെടണം, കർത്താവിന്റെ വിശ്വാസത്തിൽ ജീവിക്കാൻ നമ്മൾ പരിശീലിക്കണം. നമുക്ക് വേണ്ടത് തക്ക സമയത്ത് ചേർത്ത് പരിശുദ്ധാത്മാവ് നൽകും. വീണ്ടും അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. കൊരിന്തോ സഭയ്ക്ക് ഇത് 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ തിരുവചനമാണ്. അവിടെ എന്താ ദൈവത്തിന്റെ വചനം സാക്ഷ്യപ്പെടുത്തുന്നത്? പരിശുദ്ധാത്മാവ് വിശ്വാസത്തിന്റെ ആത്മാവാണ്. ആ വചനം ഡിസ്പ്ലേ ചെയ്യാം, നമുക്ക് ആ സ്നേഹത്തോടെ വചനം ഡിസ്പ്ലേ ചെയ്യാം. ഞാൻ വിശ്വസിച്ചു, അതിനാൽ ഞാൻ സംസാരിച്ചു എന്നെഴുതിയവന്റെ വിശ്വാസ ചൈതന്യം തന്നെ ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങളും വിശ്വസിക്കുന്നു, സംസാരിക്കുന്നു. വിശ്വാസ ചൈതന്യം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് വിശ്വാസത്തിന്റെ ആത്മാവാണ്, സ്പിരിറ്റ് ഓഫ് ഫെയ്ത്ത്. ഇന്ന് ഞാനും നിങ്ങളും ചങ്കുപൊട്ടി കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത്, ഈ നോമ്പ് കാലത്ത് നമ്മൾ കണ്ണുനീരോടെ നിലവിളിക്കേണ്ടത്, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നമ്മുടെ മക്കളുടെ വിശ്വാസം വർദ്ധിക്കണം. നമ്മുടെ അനേകം കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ ക്ഷയം ബാധിച്ചവരാണ്, വിശ്വാസം മങ്ങിപ്പോയവരാണ്. മാതാപിതാക്കളെ കണ്ണുനീരുടെ ചങ്ക് പൊട്ടി നമ്മുടെ വിശ്വാസത്തിന് നാഥനായ കർത്താവിനോട് നിലവിളിച്ചു പ്രാർത്ഥിക്കണം. കർത്താവേ ഞങ്ങളുടെ മക്കളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ജീവിത പങ്കാളിയുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, സഹോദരി സഹോദരന്മാരുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, സമർപ്പിതരുടെ വന്യവൈദികരുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നമ്മുടെ മക്കൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ വിളിക്കുക, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ വിളിക്കുക. നമ്മുടെ കുടുംബങ്ങൾ വിശ്വാസത്തിന്റെ കുടുംബങ്ങളാകണം. നമ്മുടെ ഓരോ തലത്തിലും ഓരോ തലങ്ങളിലും വിശ്വാസത്തിന്റെ തീ പടരണം. നമ്മുടെ സമർപ്പിത സമൂഹങ്ങൾ വിശ്വാസത്തിന്റെ കൊടുങ്കാറ്റുകളായി രൂപപ്പെടണം. നമുക്ക് അതിനായി ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എല്ലാവരും ഹൃദയം തുറന്ന് വിളിച്ചേ, പരിശുദ്ധാത്മാവേ, വിശ്വാസത്തിന്റെ ആത്മാവായി, വിശ്വാസത്തിന്റെ ചൈതന്യമായി ഞങ്ങളിൽ നിറയണമേ. കുടുംബങ്ങളിലേക്ക് വരണമേ, സഭാ സമൂഹങ്ങളിലേക്ക് വരണമേ, ദേശങ്ങളിലേക്ക് വരണമേ, ലോകരാജ്യങ്ങളിലേക്ക് വരണമേ, ഭൂഖണ്ഡങ്ങളിലേക്ക് വരണമേ.
വിശ്വാസത്തിന്റെ തീ കത്തിപ്പടരട്ടെ. ഒരു 3 പ്രാവശ്യം അല്പം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്നേഹത്തോടെ എല്ലാവരും വിളിച്ചേ, പരിശുദ്ധാത്മാവേ, 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 വരിക വരിക. വിശ്വാസത്തിന്റെ ആത്മാവായി, വിശ്വാസത്തിന്റെ തീയായി 10,000-ങ്ങളിൽ ജനലക്ഷങ്ങളിൽ കത്തിപ്പടരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ധവിശ്വാസങ്ങൾ, അല്പവിശ്വാസങ്ങള്, സംശയങ്ങള്, അവിശ്വാസത്തിന്റെ കെട്ടുപാടുകള്, കുരുക്കുകള് പരിശുദ്ധാത്മാവേ അഴിച്ചു മാറ്റണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വിശ്വാസത്തിലെല്ലാം കാണുവാൻ കൃപ തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയം ഭവനങ്ങളിൽ നിന്ന്, ഏത് അവസ്ഥയിൽ നിന്നാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധാത്മാവേ അവരിലേക്ക് വിശ്വാസ തീയായി വരണമേ. അന്ധവിശ്വാസത്തിന്റെ, അല്പവിശ്വാസത്തിന്റെ എല്ലാ കുരുക്കുകളും അഴിച്ചു മാറ്റണമേ. സ്പിരിറ്റ് റിലീസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ആത്മാവിനെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ ഞങ്ങളെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഒരു സ്നേഹത്തോടൊന്ന് പറഞ്ഞേ, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ചങ്ക് പൊട്ടി ഒന്ന് കർത്താവിനോട് പറഞ്ഞേ, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ജീസസ്. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. ആമേൻ, ആമേൻ. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ ചേർന്ന് പാടുക. വിശ്വാസത്താ ആമേൻ. എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്നപ്പോൾ വിശ്വസിച്ചിടും എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വിശ്വസിച്ചിടും എൻ കർത്താവേ. അഗ്നിയിൻ നാളങ്ങൾ, വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. ഒന്നിനോട്ടും ഭയപ്പെടേണ്ട. കർത്താവ് കൂടെയുണ്ട്. സർവശക്തനായ ദൈവം അഗ്നിയിൽ ഇറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുവുണ്ട്. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഒരുമിച്ച് കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കർത്താവേ കൃപ തരണമേ. വിശ്വാസത്തിൽ വളരാൻ, വിശ്വാസത്തിൽ ശക്തിപ്പെടാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ബോധ്യത്തോടെ ഏറ്റു പറഞ്ഞ എല്ലാവരും നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. യേശു കർത്താവ് ജീവിക്കുന്നു. വലിയ ബോധ്യത്തോടെ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഈശോയേ, ഈശോ, 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 ഈശോ. വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഇരു കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. കർത്താവേ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഹൃദയം തുറന്ന് നാവിന്റെ കെട്ടടിയട്ടെ. ഒരേ സ്വരത്തിൽ ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയേ കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വിശ്വാസത്തിന്റെ ആത്മാവായി 10,000-ങ്ങൾ നിറയണമേ. വിശ്വാസത്തിനെതിരായ പൈശാചിക കെട്ടുകളെ, പൈശാചിക പീഡകളെ, നാരകീയ ബോധികളെ, തിന്മയുടെ സ്വാധീനങ്ങളെ, അന്ധകാരാധിപത്യ അധികാര ശക്തികളെ പരിശുദ്ധാത്മാവേ നിർവീര്യമാക്കണമേ. ദൈവ സാന്നിധ്യം നിറയട്ടെ, ദൈവശക്തി നിറയട്ടെ, ദൈവകൃപ നിറയട്ടെ. ദൈവത്തിന്റെ തേജസ്സിനാൽ ഓരോ വ്യക്തിയും പ്രകാശിതമാകട്ടെ.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അവിശ്വാസത്തിനെ കെട്ടഴിക്കണമേ, സംശയത്തിന് മുഖങ്ങൾ ഒടിക്കണമേ, അന്ധവിശ്വാസത്തിന്റെ എല്ലാ കുരുക്കുകൾ അഴിച്ചു മാറ്റണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ വചന ശുശ്രൂഷയുടെ സമയങ്ങളിൽ അനേകം ആയിരങ്ങളിൽ വിശ്വാസത്തിന്റെ ആത്മാവായി നിറയണമേ. സത്യവിശ്വാസത്തിന് വിരുദ്ധമായി പിശാച് അകത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ തെറ്റായ ബോധ്യങ്ങളെയും പരിശുദ്ധാത്മാവേ പിഴുതു മാറ്റണമേ. ആയിരങ്ങൾ ആയിരങ്ങൾ ആയിരങ്ങളെ ദൈവവചനത്താൽ ബലപ്പെടുത്തണമേ. വിശ്വാസത്തിന്റെ നാഥയായ പരിശുദ്ധമ്മേ, അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെല്ലാ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും അമ്മ ഏറ്റെടുക്കണമേ. അമ്മ എല്ലാം ക്രമപ്പെടുത്തണമേ. തിരുസഭയുടെയും തിരുകുടുംബത്തിന്റെയും പാലകനായ വിശ്വസേയ പിതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, മുഖ്യദൂതരെ, നിങ്ങളുടെ സാന്നിധ്യവും സഹായവും ശുശ്രൂഷയും മധ്യസ്ഥം തേടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആവേ 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 മരിയ, ആവേ 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 മരിയ. അമ്മ മാതാവിനെ വിളിച്ചു പാടിക്കേ, ആവേ മരിയ. അഭിഷേകം അഭിഷേകം ഇറങ്ങട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, എല്ലാ കുടുംബങ്ങളിലേക്കും ദൈവകൃപ വ്യാപരിക്കട്ടെ. ദൈവ തേജസ്സിനാൽ എല്ലാവരും പ്രകാശിതരാകട്ടെ. ആമേൻ. കർത്താവിന്റെ വചനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകുന്ന ആലോചന, വിശ്വാസത്തിൽ നിന്ന് പിന്മാറി പോകരുത്. കർത്താവ് നമുക്ക് തരുന്ന പ്രധാനപ്പെട്ട ദൂതാണിത്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ഒരിക്കലും വിശ്വാസത്തിൽ നിന്ന് പിന്മാറി പോകരുത്. ഹെബ്രായ പുസ്തകം 10-ാം അധ്യായം 38-ാമത്തെ തിരുവചനം. ഈ നാളുകളിൽ എൻ്റെ ഹൃദയത്തെ ദൈവത്തിൻ്റെ ആത്മാവ് തൊട്ടുണർത്തുന്ന ഒരു തിരുവചനമാണിത്. ഈ വചനത്തോട് പലപ്പോഴും കർത്താവ് ശക്തമായി ഇടപെടാറുണ്ട്. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. വിശ്വാസം മൂലം ജീവിക്കേണ്ട ഒരു സമയത്തിലേക്ക് ഞാനും നിങ്ങളും എത്തിയിരിക്കുകയാണ്. നമ്മുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. മനുഷ്യന്റെ സകല കണക്കൂട്ടലുകളും വഴിമാറിപ്പോവുകയാണ്. കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് ജീവിക്കേണ്ട നാളുകൾ. എന്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. ലോകത്തിന് പരിശുദ്ധാത്മാവിന്റെ ഈ ഭാഷ മനസ്സിലാവുകയില്ല. വിശ്വാസം മൂലം എങ്ങനെ ജീവിക്കും? പണമുണ്ടെങ്കിൽ ജീവിക്കാം, നല്ല ജോലിയുണ്ടെങ്കിൽ ജീവിക്കാം, മറ്റു വരുമാന മാർഗങ്ങൾ ഉണ്ടെങ്കിൽ ജീവിക്കാം. ശരിയെ പ്രിയപ്പെട്ടവരെ, എന്നാൽ കർത്താവിന്റെ ജീവനുള്ള വചനം ഉറപ്പ് തരികയാണ്, ആരെല്ലാം കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നുവോ, അവിടുത്തെ വചനങ്ങളിൽ ഹൃദയമുറപ്പിക്കുന്നുവോ, അവരെല്ലാം വിശ്വാസം മൂലം ജീവിക്കും. അവരെ പോറ്റുവാൻ ദൈവമായ കർത്താവിന് കഴിയും. അടുത്ത വാക്കുകൾ എല്ലാവരും ശ്രദ്ധിക്കണം. എന്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുമെന്ന് പറഞ്ഞ് എന്താണ് കർത്താവിന്റെ ആത്മാവ് നമ്മൾ അറിയിക്കുന്നത്? അവൻ പിന്മാറുന്നെങ്കിൽ എന്റെ ആത്മാവ്
അവനിൽ പ്രസാദിക്കുകയില്ല. ഇതാണ് പരിശുദ്ധാത്മ ഇന്ന് തരുന്ന ശക്തമായ ആലോചന. അവനും അവളും പിന്മാറുന്നെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് ആരെല്ലാം പിന്മാറിപ്പോകുന്നുവോ അവരിൽ പരിശുദ്ധാത്മാവ് പ്രസാദിക്കുകയില്ല. പരിശുദ്ധാത്മാവിന് വലിയ ദുഃഖം വരുന്ന, സങ്കടം വരുന്ന കാര്യമാണ് വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്നത്. ഈ കാലഘട്ടത്തിൽ പിശാച് ചെയ്യുന്ന വലിയൊരു പ്രവൃത്തി ഇതാണ് പ്രിയപ്പെട്ടവരെ. അനേകരുടെ വിശ്വാസത്തെ ക്ഷയിപ്പിക്കുകയാണ്. വെളിപാടിന്റെ പുസ്തകം 12:12 കർത്താവിന്റെ ആത്മപ്രകാരം പറയുന്നുണ്ട്, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ചുരുങ്ങിയ സമയം അവശേഷിക്കുന്നുള്ളൂ. കാലമാസന്നമായി, സമയം അടുത്തിരിക്കുന്നു. കർത്താവിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി തനിക്ക് അധികം സമയമില്ല. മാക്സിമം ആത്മാക്കളെ പാപത്തിലേക്കും വഴിവിട്ട ലൈംഗികമായ അരാജകത്വത്തിലേക്കും ജഡീകതകളിലേക്കും ലോകത്തിന് സുഖഭോഗങ്ങളിലേക്ക് നയിച്ച് അവരെ നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകുവാൻ അരിശം പൂണ്ട് പിശാച് ദൈവജനത്തിനിടയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കുടുംബങ്ങളെ കലക്കിക്കളയുന്നു, യുവജനങ്ങളെ മലിനപ്പെടുത്തുന്നു, വിശ്വാസ ത്യാഗികളാക്കി മാറ്റുന്നു. വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും മാത്സര്യവും വിഭാഗീയ ചിന്തകളും തന്ന് സഭാ സമൂഹങ്ങളെ, കൂട്ടായ്മകളെ പിശാച് തകർക്കുവാൻ നോക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വിശ്വാസത്തെ ക്ഷയിപ്പിക്കുക, നമ്മുടെ വിശ്വാസത്തെ മങ്ങലേൽപ്പിക്കുക, ഇതാണ് പിശാചിന്റെ പ്രധാന ലക്ഷ്യം. കാരണം വിശ്വാസം നഷ്ടപ്പെട്ടാൽ ആ വ്യക്തി പിശാചിന്റെ കയ്യിലെ പാവയായിട്ട് മാറി. ആ വ്യക്തിയെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാനും പിന്നെ സാത്താന് കഴിയും. ലൈംഗിക അരാജകത്വങ്ങളിലേക്ക് ആ വ്യക്തിയെ നയിക്കാൻ പറ്റും. ലോകത്തിന്റെ സുഖങ്ങളിലേക്ക്, നൈമിഷികമായ ഭോഗേച്ഛകളിലേക്ക് എന്നു വേണ്ട സാത്താന്റെ കൈകളിലെ ഒരു കളിപ്പാവയായി ആ വ്യക്തി മാറുകയാണ്. അതുകൊണ്ട് പിശാച് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ വിശ്വാസത്തെ തകർക്കാനാണ്, നമ്മുടെ വിശ്വാസത്തെ ക്ഷയിപ്പിക്കുവാനാണ്. നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 31-32 തിരുവചനങ്ങളിൽ നമ്മുടെ കർത്താവ് ഇപ്രകാരം പറയുകയാണ്, ശിമയോൻ ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്താ കർത്താവ് പറയുന്നത്? ശിമയോൻ ശിമയോൻ. ഇന്ന് നമ്മുടെ പേര് ചൊല്ലിയ കർത്താവ് വിളിക്കുക, സന്തോഷ് സന്തോഷ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന 10,000ങ്ങളോട് കർത്താവ് സംസാരിക്കുകയാണ്, എന്റെ മകനെ, എന്റെ മകളെ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ, നമ്മുടെ സമർപ്പണത്തെ ഇല്ലാതാക്കാൻ, നമ്മുടെ വിശുദ്ധിയെ അപഹരിക്കുവാൻ, നമ്മുടെ വിശ്വസ്തതയെ തകിടം മറിക്കുവാൻ, നമ്മുടെ സ്നേഹത്തെ അത് തണുത്തുറഞ്ഞു പോകുവാൻ പിശാച് ഉദ്യമിക്കുകയാണ്. കർത്താവ് പറയാണ്, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ. ഇപ്പൊ എന്തിനാ ഈ ഗോതമ്പ് പോലെ പിശാച് നമ്മളെ പാറ്റുന്നത്? വിശ്വാസം ക്ഷയിപ്പിക്കുക. ഇന്ന് എത്ര യുവജനങ്ങള് വിശ്വാസം ക്ഷയിച്ചവരായി, വിശ്വാസമില്ലാത്തവരായി. തല കത്തോലിക്ക ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചവരാണ്. എന്നാൽ ജീവിതത്തിന്റെ പ്രത്യേക സാഹചര്യത്തില് വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. ഇതാണ് നാളുകൾക്ക് മുമ്പ് ഒരു ധ്യാനത്തില് ഒരു പെൺകുട്ടിയെ കൂട്ടി അവളുടെ അമ്മ വന്നു. തമിഴ്നാട്ടിൽ ഡിണ്ടിഗിൽ അവളൊരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുക. കണ്ണുനീരോടെ ഈ അമ്മ എന്നോട് പറഞ്ഞു, എന്റെ മകൾക്ക് വേണ്ടി, എന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ സമയത്ത് ഈ പെൺകുട്ടി അമ്മയോട് പറയാ, എന്തിനാ കരയുന്നത്? ആ കരഞ്ഞോ, കണ്ണുനീര് വറ്റുമ്പോൾ തന്നെ കരച്ചിൽ നിർത്തുമെന്ന്. നൊന്ത് പ്രസവിച്ച അമ്മയുടെ മുഖത്ത് നോക്കി യാതൊരു വിധത്തിലുള്ള വേദനയോ നൊമ്പരവും ഇല്ലാതെ
അവള് അവഹേളിക്കുന്ന ഭാഷയിൽ അമ്മയോട് പറയാ, കരഞ്ഞോ കരഞ്ഞോ, കണ്ണുനീര് പറ്റുമ്പോൾ തന്നെ കരച്ചിൽ നിർത്തുന്നത്. ഞാൻ ഈ പെൺകുട്ടിയോട് സംസാരിച്ചപ്പോൾ ഇവള് സിഗരറ്റ് വലിക്കും, ഇവള് കള്ളു കുടിക്കും, ബ്ലൂ ഫിലിം, അത്യാവശ്യം എല്ലാ തരത്തിലുള്ള പാപജീവിത വഴിവിട്ട ലൈംഗിക അരാജകത്വത്തിലും അശുദ്ധ ബന്ധങ്ങളിൽ ഈ പെൺകുട്ടി ജീവിക്കുകയാണ്. അവളുടെ അമ്മ എന്നോട് പറഞ്ഞു, നന്നായി പ്രാർത്ഥിക്കുന്നവളായിരുന്നു എൻ്റെ മകള്, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവളായിരുന്നു, വേദപുസ്തകം വായിച്ച് ധ്യാനിക്കുന്നവളാണ്, കുടുംബത്തോട് നല്ല സ്നേഹമാണ്. അവൾ ബൈബിൾ കയ്യിലെടുക്കുന്നില്ല, അവൾക്ക് പ്രാർത്ഥനയില്ല, കുദാശകളില്ല. കർത്താവിനുള്ള സ്നേഹം അവൾക്ക് നഷ്ടപ്പെട്ടു പോയി, അവളുടെ വിശ്വാസം ക്ഷയിച്ചു പോയി. എൻ്റെ ബ്രദറെ, എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം, എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഈ അമ്മയെ മാറ്റി നിർത്തി അല്പസമയം ഈ പെൺകുട്ടിയുമായി സംസാരിച്ചപ്പോൾ ഇവൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. വിശ്വാസം വിശ്വാസം എന്ന് പറഞ്ഞ് നടന്നാൽ, വിശ്വാസത്തിൽ ജീവിച്ചാൽ ഈ സുഖങ്ങളൊന്നും അനുഭവിക്കാൻ പറ്റത്തില്ല. അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടും ഭാരവുമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങ് തീരുമാനിച്ച് തൽക്കാലം എനിക്ക് വിശ്വാസം വേണ്ട, ജീവിതം ഒന്ന് എൻജോയ് ചെയ്യട്ടെ, അതിനുശേഷമാകാം വിശ്വാസം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, അതിശയോക്തി പറയൽ ഇതൊരു പെൺകുട്ടിയുടെ മാത്രം അനുഭവമല്ല. ഇന്ന് അനേക യുവജനങ്ങള് ഈ പൈശാചിക പീഡയിലാണ്. ജഡിക സുഖങ്ങൾക്ക് വേണ്ടി, ശരീരത്തിന് നൈമിഷികമായിട്ടുള്ള ഭോഗേച്ഛകൾക്ക് വേണ്ടി, ഈ ലോകത്തിന്റെ ഇമ്പങ്ങളും നിറങ്ങളും അനുഭവിക്കാൻ വേണ്ടി വിശ്വാസത്തിന് അവർ പിന്മാറിപ്പോയി. അവരുടെ വിശ്വാസത്തെ പിശാച് ക്ഷയിപ്പിച്ചു കളഞ്ഞു. കർത്താവിന്റെ വാക്കുകൾ നമ്മൾ ഓർക്കണം. ശിമയോൻ, നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കുടുംബങ്ങളുടെ വിശ്വാസം ക്ഷയിപ്പിക്കാൻ, സമർപ്പിതരുടെ വന്യവൈദികളുടെ വിശ്വാസത്തെ ക്ഷയിപ്പിക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ, മറ്റു മാധ്യമങ്ങളിലൂടെ എല്ലാം പിശാചിന് ശക്തമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിന്റെ വാക്കുകൾ ഓർക്കുക. അപ്പോസ്തലൻ പൗലോസ് സഭയോട് പറയുന്നുണ്ട്, ഗലാത്യർക്കുള്ള ലേഖനം 3:3, ഇത് നമുക്കുള്ള പരിശുദ്ധാത്മാവിന്റെ ആലോചനയാണ്. നമ്മൾ പലരും ഒരു നാൾ വിശ്വാസത്തിന്റെ തീപന്തങ്ങളായിരുന്നു. നമ്മളെ കാണുന്നവർക്ക് തീ പിടിക്കുമായിരുന്നു. നമ്മുടെ കുടുംബങ്ങൾ വിശ്വാസത്തിന്റെ കുടുംബങ്ങളായിരുന്നു. കൃത്യമായി കുടുംബ പ്രാർത്ഥന, ദൈവവചന വായന, കൗദാശിക ജീവിതം, പരസ്പരമുള്ള പ്രാർത്ഥന, കൂട്ടായ്മ, ഇതെല്ലാം നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അനേകം കുടുംബങ്ങള് വിശ്വാസ ക്ഷയത്തിലാണ്. വിശ്വാസം മന്ദീഭവിച്ചു പോയി, വിശ്വാസം ഇല്ലാത്ത അവസ്ഥ. എന്താ പരിശുദ്ധാത്മാവ് ഗലാത്യ 3:3 നമ്മൾ സംസാരിക്കുന്നത്? ആ വചനം നമുക്ക് ശ്രദ്ധിക്കാം. ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ? വിശുദ്ധ പൗലോസ് ഹൃദയവേദനയോടെയാണ് ഗലാത്യയിലെ വിശ്വാസ സമൂഹത്തോട് ചോദിക്കുന്നത്. നിങ്ങൾ എത്ര കൃപയുള്ളവരായിരുന്നു! കർത്താവിന്റെ സുവിശേഷം കേട്ട് മാനസാന്തരത്തിൽ ജീവിതം നയിച്ചവരായിരുന്നു നിങ്ങൾ. കർത്താവിന്റെ സാന്നിധ്യത്തിലും പരിശുദ്ധാത്മയുടെ ജീവിതമായിരുന്നു നിങ്ങളുടേത്. നിങ്ങൾ ആത്മാവിലാണ് ജീവിച്ചിരുന്നത്. നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങളുടെ വിശ്വാസം എന്തുകൊണ്ട് ക്ഷയിച്ചു പോയത്? ഈ വിശ്വാസ യാത്രയിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് കർത്താവിനെ ഉപേക്ഷിച്ചത്? പൗലോസ് ഒരു പ്രതിഹൃദയത്തോടെ ചോദിക്കുകയാണ്, ആത്മാവിൽ ആരംഭിച്ചിട്ട് ശരീരത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം വശന്മാരാണോ നിങ്ങൾ? ഇന്നീ ചോദ്യം നമ്മോടാ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നത്. നമ്മുടെ ജീവിതം ഒരു നാളിൽ കൃപയുടെ, വചനത്തിന്റെ, വിശ്വാസത്തിന്റെ തീ പിടിച്ച അനുഭവമായിരുന്നു മക്കളെ. എന്നാൽ അതെല്ലാം കെട്ടുപോയി, അതൊക്കെ മങ്ങിപ്പോകുന്നൊരവസ്ഥ. അവിടെയൊക്കെ തളർച്ച വന്നു. നമ്മളും ഇന്ന് ലോകത്തിന്റെ കാര്യങ്ങളിൽ, ലോകത്തിന്റെ വ്യഗ്രതകളിൽ, ലോകസുഖങ്ങളിൽ, ലോകത്തിന്റെ ഇമ്പങ്ങളിൽ, നിറങ്ങളിലും നമ്മൾ ആകർഷകരായി നമ്മളിങ്ങനെ ഒഴുക്കിനൊപ്പം ഒഴുകിക്കൊണ്ടിരിക്കുന്നവരാ. ശരീരത്തിൽ നമ്മൾ ഇത് അവസാനിപ്പിക്കുക. കർത്താവിന് വലിയ വേദനയുള്ള കാര്യമാണിത്. ആരെല്ലാം വിശ്വാസത്തിൽ പിന്മാറിപ്പോകുന്നുവോ
അത് വലിയ നാശവും തകർച്ചയുമാണെന്ന് പരിശുദ്ധാത്മ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. എബ്രായ പുസ്തകം 10:39 ദൈവത്തിന്റെ അരൂപി വ്യക്തമായി നമ്മോട് പറയുന്നുണ്ട്. ആ വചനം നമുക്കൊന്ന് വായിക്കാം. ദ ബുക്ക് ഓഫ് ഹീബ്രു, എബ്രായ പുസ്തകം 10:39 എന്താണ് പരിശുദ്ധാത്മ നമ്മൾ അറിയിക്കുന്നത്? വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല. അപ്പൊ ആരെല്ലാം പിന്മാറി പോകുന്നുവോ അവർക്ക് എന്താ സംഭവിക്കുന്നത്? നിത്യമായ നാശം. നിങ്ങൾ എന്നോട് പിണങ്ങരുത് ദൈവമക്കളെ, ഇത് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. ഇത് പരിശുദ്ധാത്മ നൽകുന്ന ആലോചനയാണ്. വിശ്വാസ ജീവിതം ആരംഭിച്ചിട്ട് ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ലോകസുഖങ്ങൾക്ക് വേണ്ടി പ്രണയിച്ച പെണ്ണിനെ കിട്ടാൻ, പ്രണയിച്ച പുരുഷനെ കിട്ടാൻ, ലോകത്തിന് നൈമിഷികമായ നേട്ടങ്ങൾക്ക് വേണ്ടി, ഉയർച്ചകൾക്ക് വേണ്ടി ഞാനും നിങ്ങളും വിശ്വാസത്തിന് പിന്മാറിപ്പോയാൽ എന്താണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്? നമ്മൾ നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുകയാണ്. എന്റെ ദൈവമേ, ഇതെന്തുമാത്രം വലിയ തകർച്ചയാണ്. നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുക. കഴിഞ്ഞില്ലേ? ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും നമ്മുടെ നിത്യത നഷ്ടപ്പെട്ടാൽ എന്റെ സഹോദരി സഹോദരങ്ങളെ, കഴിഞ്ഞില്ലേ? എല്ലാം തീർന്നില്ലേ? എല്ലാം കഴിഞ്ഞില്ലേ? വീണ്ടും ദൈവത്തിന്റെ അരൂപി പറയാ, നമ്മൾ അങ്ങനെയുള്ളവരല്ല. ഞാനും നിങ്ങളും വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിൽ ഏതു കൂട്ടത്തിലാ? പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാണോ? കർത്താവ് ശുശ്രൂഷകൾ ഏൽപ്പിച്ചവര് പിന്മാറിപ്പോയി, കർത്താവിനുള്ള സമർപ്പണത്തിൽ നിന്ന് പിന്മാറിപ്പോയി, കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് പിന്മാറിപ്പോയി, കർത്താവ് വിശ്വസോടെ ഏൽപ്പിച്ച ചില ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്മാറിപ്പോയി. നീ പിന്മാറ്റത്തിലേക്ക് പോയൊരു വ്യക്തിയാണോ? കർത്താവിന്റെ അരൂപി നിന്നെ വീണ്ടും വിളിക്കുക. നീ മുന്നിലോട്ട് വരാൻ, ഉണർവിലോട്ട് വരാൻ, അനുതാപത്തിലോട്ട് വരാൻ, നഷ്ടപ്പെട്ടു പോയി ചൈതന്യത്തെ വീണ്ടും സ്വന്തമാക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു അവസരം കൂടി നമുക്ക് തരികയാണ്. പിന്മാറി നശിപ്പിക്കപ്പെടുന്ന കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്ന കൂട്ടത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പരിശോധിക്കണം ദൈവമക്കളെ, പരിശോധിക്കണം. ഇന്ന് കർത്താവ് നമ്മളെ വിളിച്ചാൽ നമ്മുടെ നിത്യത എവിടെയാ? നമ്മുടെ എല്ലാ പദ്ധതികൾ, ആസൂത്രണങ്ങളെല്ലാം തീർന്നില്ലേ? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? നാളെ ഇങ്ങനെയാവും, മറ്റന്ന് ഇങ്ങനെയാക്കണം, അതിന് പിറ്റേ ദിവസം ഇങ്ങനെ ആവണം, അടുത്ത 3 മാസത്തിനുള്ളിൽ ഇന്നത് ചെയ്യണം, 6 മാസമാകുമ്പോൾ ഇത് അതിന് ഇങ്ങനെ വളർത്തണം. ഇങ്ങനെ കുറെ മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ മറന്നു പോകരുത്, ആ ഭോഷനായ ധനികനോട് കർത്താവ് പറഞ്ഞതുപോലെ, ഇന്ന് രാത്രി ഞാൻ നിന്റെ ആത്മാവിനെ വിളിച്ചാൽ നിന്റെ അവസ്ഥ എന്തായിരിക്കും? ഓ ജീസസ്, പരിശുദ്ധാത്മ പറയാ, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും എണ്ണപ്പെടണം. വീണ്ടും ഗലാത്യർക്കുള്ള ലേഖനം 5-ാം അധ്യായം 7-ാം വചനത്തിൽ കർത്താവിന്റെ ആത്മാവ് പറയുന്നുണ്ട്. ഗലാത്യ 5:7 അവിടെ എന്താ പരിശുദ്ധാത്മ പറയുന്നത്? നിങ്ങൾ നന്നായി മുന്നേറിക്കൊണ്ടിരുന്നു, സത്യത്തെ അനുസരിക്കുന്നതിൽ നമ്മൾ നന്നായി മുന്നേറി. ആ വചനം അവിടെ കുറച്ച് സമയം ഡിസ്പ്ലേ ചെയ്തോ. നമ്മൾ നന്നായി മുന്നേറിക്കൊണ്ടിരുന്നവരാ, വിശ്വാസത്തിൽ എനിക്ക് ഒത്തിരി ജീവിതങ്ങൾ അറിയാം. അവര് നല്ല ജീവിതം നയിച്ചവരായിരുന്നു, കർത്താവിൽ നല്ല ആരംഭമായിരുന്നു, വിശ്വാസ ജീവിതത്തിൽ നല്ല ആരംഭമായിരുന്നു. എന്നാൽ ഈ വിശ്വാസ യാത്രയുടെ എവിടെയോ വെച്ച് പിശാച് അവരെ വ്യതിചലിപ്പിച്ചു കളഞ്ഞു. സാത്താൻ അവരുടെ വിശ്വാസത്തിന് മങ്ങലേൽപ്പിച്ചു, പിശാചിന്റെ വിശ്വാസത്തിന് ക്ഷയമേൽപ്പിച്ചു. അപ്പോസ്തലനായ പൗലോസ് ഒരു അപ്പന്റെ ഹൃദയത്തോടെ പറയാ, നിങ്ങൾ വളരെ നന്നായി പ്രാർത്ഥന ജീവിതത്തിൽ മുന്നേറിക്കൊണ്ടിരുന്നു, വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾ മുന്നേറിക്കൊണ്ടിരുന്നു, ദൈവവചന വായനയോടും ധ്യാനത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ മുന്നേറിക്കൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ എന്താ സംഭവിച്ചത്? ആ വചനത്തിന് ബാക്കി കണ്ടേ. സത്യത്തെ അനുസരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടഞ്ഞത് ആരാണ്? നിങ്ങൾക്ക് എന്താ സംഭവിച്ചേ? പൗലോസ് ചോദിക്കുക, ഞാൻ നിങ്ങളെ എന്തുമാത്രം
കൃപയിൽ കർത്താവിനെ ഭരമേൽപ്പിച്ചതാണ്. നിങ്ങൾക്ക് എന്ത് പറ്റിയ മക്കളെ? ഗലാത്യയിലെ സഭാ മക്കളെ നോക്കി വിശുദ്ധ പൗലോസ് വിലപിക്കുകയാണ്, കരയുകയാണ്. മക്കളെ, നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങൾ എങ്ങനെയായത്? നിങ്ങളുടെ വിശ്വാസത്തിന് എന്ത് സംഭവിച്ചു? നിങ്ങൾ ആരാ തടഞ്ഞത്? നിങ്ങൾ ആരാ പിന്മാറ്റത്തിലേക്ക് നയിച്ചത്? ദുഷ്ടനും നമ്മുടെ ശത്രുവുമായ പിശാച് ഇത് ഇന്നും സാത്താൻ ചെയ്തുകൊണ്ടിരിക്കണേ. നമ്മുടെ വിശ്വാസത്തെ ക്ഷയിപ്പിക്കുക. ചിലപ്പോൾ രോഗങ്ങൾ, പ്രതിസന്ധികൾ, ഞെരുക്കങ്ങൾ, കഷ്ടതകൾ, അപമാനങ്ങൾ, തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസ്ഥകള്, അടിക്കടിക്കുണ്ടാകുന്ന തകർച്ചകള്, പരാജയങ്ങള്, ഇതൊക്കെ മൂലം പ്രിയപ്പെട്ടവരുടെ ചില വേർപാടുകള്, ആകസ്മികമായ ചില മരണങ്ങള്, ദുരന്തങ്ങള്, ദുരിതങ്ങള്. വൈ ലോർഡ്, എന്തുകൊണ്ട് ദൈവമേ ഞാൻ ഇത്രയും നന്നായി പ്രാർത്ഥിച്ചിട്ട്, ഞാൻ ഇതുപോലെ വിശുദ്ധിയോടെ ജീവിച്ചിട്ട് എന്തുകൊണ്ട് ദൈവമേ? ഈ ഒരു ചോദ്യം പലരെയും വിശ്വാസത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പ്രാർത്ഥിക്കത്തില്ല. ദൈവം സ്നേഹിക്കുന്നവനാണെങ്കിൽ എന്തുകൊണ്ട് ഈ തകർച്ച വന്നു? വൈ ലോർഡ്, വൈ മീ? ഇങ്ങനെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചത് മൂലമായിരിക്കാം, ചിലപ്പോൾ ആക്സിഡന്റിൽ മരിച്ചതായിരിക്കാം, പ്രിയപ്പെട്ട ഭാര്യയുടെ മരണമായിരിക്കാം, മക്കളുടെ ആയിരിക്കാം, ഓർക്കാപ്പുറത്തുണ്ടായ ചില ദുരന്തങ്ങളായിരിക്കും. എന്തുമാവട്ടെ, എന്റെ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നമ്മോട് പറയാ. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് സാധു കൊച്ചു കുഞ്ഞുപദേശി കർത്താവിന്റെ ഒരു പ്രിയപ്പെട്ട ദാസനായിരുന്നു. താൻ സുവിശേഷ വേല ചെയ്ത് തന്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ തന്റെ ഭവനത്തിന്റെ മുറ്റത്ത് കുറച്ച് ആളുകൾ കൂടിയിരിക്കുന്നു. അദ്ദേഹം അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, തന്റെ പൊന്നോമന മകൻ, തന്റെ പ്രിയപുത്രൻ സാമുവേലെ പാമ്പ് കടിയേറ്റ് മരിച്ചുപോയി. അദ്ദേഹം കാണുന്നത് തന്റെ ചങ്കായിരുന്ന, താൻ ഒരുപാട് സ്നേഹിച്ച തന്റെ പൊന്നോമന പുത്രൻ മരിച്ചു കിടക്കുന്നതാണ്. കൊച്ചു കുഞ്ഞുപദേശി തന്റെ കുഞ്ഞിനെ തന്റെ തോളിലെടുത്ത് താൻ പ്രാർത്ഥിക്കുന്ന കൊച്ചു മുറിയിലോട്ട് ചെന്ന് തന്നെ വിളിച്ചവനായ കർത്താവിന്റെ തിരുമുഖത്ത് കണ്ണുറപ്പിച്ച് ആ ഭക്തന് പ്രകാരം പാടുകയാണ്. ദോഷമായിട്ടൊന്നും എന്നോ എന്റെ താതൻ ചെയ്യുകയില്ല, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്റെ സഹോദരി സഹോദരങ്ങളെ, എപ്പോഴാണ് ഈ ഗാനം പാടി കർത്താവിനെ മഹത്വപ്പെടുത്തിയത്? മകന് മകൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയപ്പോഴല്ല, IELTS OIT പാസ്സായപ്പോഴല്ല, അല്ലെങ്കിൽ ലണ്ടനിൽ അമേരിക്കയിൽ ജോലി കിട്ടിയപ്പോഴല്ല, സാലറി വർദ്ധിച്ചപ്പോഴല്ല, ജോലിയിൽ പ്രൊമോഷൻ കിട്ടിയപ്പോഴല്ല, രോഗസൗഖ്യം കിട്ടിയപ്പോൾ, അത്ഭുതങ്ങൾ സംഭവിച്ചപ്പോഴല്ല. പ്രിയപ്പെട്ടവരെ, തന്റെ പൊന്നോമന മകൻ സാമുവേല് ഈ ലോകം വിട്ട് നിത്യതയിലേക്ക് പോയി. തന്റെ സ്വപ്നമായിരുന്ന, തന്റെ ആനന്ദമായിരുന്ന തന്റെ പൊന്നുകുഞ്ഞ് ആ പ്രതിസന്ധിയുടെ, ആ ദുഃഖത്തിന്റെ, കണ്ണുനീരിന്റെ താഴ്വരയിലെ കർത്താവിനെ മാത്രം മുറുകെ പിടിച്ച് തന്റെ വിശ്വാസത്തിൽ ബലപ്പെട്ടുകൊണ്ട് ആ ഭക്തൻ പാടുകയാണ്. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. അവിടെ പിശാച് തോറ്റുപോയി, അവന്റെ നെറുന്തല തകർക്കപ്പെട്ടു. ഇതുപോലെ വിശ്വാസത്തിന് തീ പിടിച്ച ജീവിതങ്ങളായി നമ്മൾ രൂപപ്പെടുവാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുകയാണ്. വിശ്വാസത്തിന് ക്ഷയം സംഭവിക്കാൻ നമ്മൾ ഒന്നിനെയും അനുവദിക്കരുത്. അത് എത്ര വലിയ ബന്ധമാണെങ്കിലും, എത്ര വലിയ പ്രിയപ്പെട്ടവരാണെങ്കിലും, നമുക്ക് എന്തുമാത്രം പ്രിയമുള്ള കാര്യമാണെങ്കിലും, നമുക്ക് എന്തുമാത്രം ലാഭവും മെച്ചവുമുള്ള സംഗതിയാണെങ്കിലും, അതെന്റെ വിശ്വാസത്തിന് ക്ഷയമേൽപ്പിക്കും, അതെന്റെ വിശ്വാസത്തിന് മങ്ങലേൽപ്പിക്കും എന്നുള്ള ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ
അത് വലിച്ചെറിയുവാനുള്ള തന്റേടും ചങ്കുറപ്പും ഈ കാലഘട്ടത്തിലെ സഭാ മക്കൾക്കുണ്ടാകണം. ഇതിലേക്കൊരു വിളിയാണ് പ്രിയപ്പെട്ടവരെ, ഓരോ ക്രൈസ്തവന്റെ വിളി വിശ്വാസത്തിൽ വളരുവാൻ, വിശ്വാസത്തിൽ ശക്തിപ്പെടുവാൻ, വിശ്വാസത്തിൽ ആഴപ്പെടുവാനുള്ള വിളി. അപ്പോസ്തലനായ പൗലോസ് സഭയോട് പറയുന്നുണ്ട്, കൊരിന്ത സഭയ്ക്ക് എഴുതിയ 1 ലേഖനം 16:13 എന്താണ് പൗലോസ് പറയുന്നത്? നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ. ആരൊക്കെ നമ്മെ വിട്ടുപോയാലും, എന്തൊക്കെ നമുക്ക് നഷ്ടപ്പെടേണ്ടി വന്നാലും, നമ്മുടെ പ്രിയപ്പെട്ടവർ പോലും നമ്മൾ വിട്ടു പിരിഞ്ഞു പോയാലും, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ, നമ്മുടെ വിശ്വാസത്തിൽ അതൊന്നും അങ്ങനെ ഏൽപ്പിക്കരുത്. ഒരിക്കൽ ഒരു ഭക്തന് പ്രകാരം പറഞ്ഞു, യഥാർത്ഥ വിശ്വാസം വിശദീകരണങ്ങൾ ആവശ്യപ്പെടുന്നില്ല. എന്തുകൊണ്ട് കർത്താവ് ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് അങ്ങനെയായി, എന്തുകൊണ്ട് ഇങ്ങനെയായി? ഇല്ല, യഥാർത്ഥ വിശ്വാസം ഒരിക്കലും വിശദീകരണങ്ങൾ ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ. വിശ്വാസത്തിന് വേണ്ടി, വിശ്വാസത്തെ പ്രതി ചില കാര്യങ്ങൾ നോ പറയാൻ നമ്മൾ പഠിക്കണം, പരിശീലിക്കണം. നമ്മൾ പ്രിയപ്പെട്ടവരായിരിക്കും, അവരോട് നോ പറയാൻ പറ്റണം. എന്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിന്റെ ആത്മാവ് ഈ ഒരു കൃപയിലേക്ക് നമ്മളെ വിളിക്കുകയാണ്. എബ്രായ പുസ്തകം 3-ാം അധ്യായം 14-ാമത്തെ തിരുവചനം, നമുക്ക് ആ വചനം കൂടി പെട്ടെന്നൊന്ന് എടുക്കാം. എബ്രായർ 3:14 നമുക്ക് ഒരുമിച്ച് ആ വചനം ഒന്ന് വായിക്കാം. എന്തെന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസത്തെ, ഞാൻ നിങ്ങളും കർത്താവിൽ നിന്ന് പ്രാപിച്ചൊരു ഫെയ്ത്ത് ഉണ്ട്. ആദ്യ വിശ്വാസം, എല്ലാവരും ഉറക്കെ പറഞ്ഞേ, ആദ്യ വിശ്വാസം പറഞ്ഞേ. ആദ്യ വിശ്വാസം. പോരാ, അല്പം കൂടി ഉച്ചത്തിൽ പറഞ്ഞേ, ആദ്യ വിശ്വാസം. ആദ്യ വിശ്വാസം. ഈ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ, ഏത് അവസാനം വരെ എന്ന് പറഞ്ഞാൽ 5 കൊല്ലമല്ല, 10 കൊല്ലമല്ല, നമ്മുടെ അവസാന ശ്വാസം വരെ, ഈ ലോകം വിട്ട് നമ്മൾ കർത്താവിന്റെ നിത്യമഹത്വത്തിലേക്ക് യാത്രയാകുന്നത് വരെ, അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. എന്റെ കർത്താവേ, ഈ വചനം പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ ഉണർത്തിയപ്പോൾ ഞാൻ ചിന്തിച്ചു പോയി, ഇത് എന്നാ ഒരു വചനമാണ്. നമ്മള് എന്താ പറയാ, ഒരു ചെറിയ തരികട പരിപാടികളോ അല്ലെങ്കിൽ മുട്ടുന്യായങ്ങളോ ഒന്നും ഇവിടെ വില പോവില്ല പ്രിയപ്പെട്ടവരെ. ആദ്യ വിശ്വാസം അവസാനം വരെ ആരെല്ലാം മുറുകെ പിടിക്കുന്നുവോ അവർക്ക് മാത്രമാണ് ക്രിസ്തുവിൽ പങ്കുകാരാകുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ വചനം പറയാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യ വിശ്വാസം അവസാനം വരെ, പാതി വഴിട്ടേച്ച് പോകേണ്ടതല്ല വിശ്വാസം. ചിലത് ലഭിക്കാൻ, ചില ലാഭങ്ങൾ ഉണ്ടാക്കാൻ, ചില സുഖങ്ങൾ അനുഭവിക്കാൻ മാറ്റിവെക്കേണ്ടതല്ല വിശ്വാസം. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. വിശ്വാസമില്ലെങ്കിൽ നിത്യജീവനില്ല, നിത്യരക്ഷയില്ല. നിത്യജീവൻ ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഫെയ്ത്ത്, വിശ്വാസമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, ആദ്യ വിശ്വാസം അവസാനം വരെ ആരെല്ലാം മുറുകെ പിടിക്കുന്നുവോ, ഈ വചനദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ മാതാപിതാക്കളെ, എന്റെ അനുജന്മാരെ, അനുജത്തിമാരെ, എന്റെ ബഹുമാനപ്പെട്ട സമർപ്പിതരെ, വന്യ വൈദികരെ, ഒരു കാര്യം തിരിച്ചറിയണം. ആദ്യ വിശ്വാസം, കർത്താവ് വിശ്വസ്തയോടെ നമ്മെ ഏൽപ്പിച്ച വിശ്വാസമുണ്ട്. ഈ വിശ്വാസം അവസാനം വരെ ആരെല്ലാം മുറുകെ പിടിക്കുന്നുവോ അത് പിടിവിടരുത്. ചിലത് സ്വന്തമാക്കാൻ വേണ്ടി, ചിലത് നേടിയെടുക്കാൻ വേണ്ടി ഈ വിശ്വാസത്തെ വിട്ടുകളയരുത്. വിട്ടുകളഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്താ പറഞ്ഞത്? നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ എണ്ണപ്പെടുകയാണ്. അതോടുകൂടി തീർന്നതെല്ലാം. ഇവിടെ കോടികളും
ഈ സൗകര്യങ്ങളും സാധ്യതകളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം പ്രിയപ്പെട്ടവരെ? നിത്യത മുഴുവൻ നരകത്തിലാണെങ്കിൽ വല്ല പ്രയോജനമുണ്ടോ? വല്ല പ്രയോജനമുണ്ടോ? ജീസസ് ജീസസ് ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. ഒരു നിമിഷം നമുക്ക് കർത്താവിനോട് ചങ്കുപൊട്ടി പ്രാർത്ഥിക്കാം. ഞാൻ ആത്മാവിൽ സമയം കാണുന്നുണ്ട്. മങ്ങിപ്പോയ വിശ്വാസം, ക്ഷയിച്ചുപോയ വിശ്വാസം, വിശ്വാസത്തിൽ ദുർബലത വന്നിരിക്കുക. മാതാപിതാക്കളെ ചങ്കുപൊട്ടി കണ്ണീരോടെ മക്കൾക്ക് വേണ്ടി നിലവിളിക്ക്. കർത്താവെ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ജീവിത പങ്കാളി, ഭാര്യ ഭർത്താക്കന്മാരെ, ജീവിത പങ്കാളിയുടെ വിശ്വാസം ജ്വലിക്കാൻ വേണ്ടി നിലവിളിക്ക്. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്ക്. നമ്മുടെ സമർപ്പിത സമൂഹങ്ങളിൽ വിശ്വാസം തീയായി പടരട്ടെ. നമ്മുടെ സഭാ കൂട്ടായ്മകൾ വിശ്വാസം കത്തി ജ്വലിക്കട്ടെ. വിശ്വാസത്തിന് പിന്മാറിപ്പോയ സഭാ മക്കൾ സത്യവിശ്വാസത്തിന്റെ അടിത്തറയിലേക്ക് തിരിച്ചു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചങ്കുപൊട്ടി വിളിക്കുക, ഹൃദയം തുറങ്ങി വിളിക്കുക, അനുതാപത്തോടെ വിളിക്കുക. കർത്താവെ, തെറ്റിപ്പോയി ചില സുഖങ്ങൾ സ്വന്തമാക്കാൻ കർത്താവെ എന്റെ ആദ്യ വിശ്വാസം നഷ്ടപ്പെടുത്തി. കരുണ കാണിക്കണമേ, കൃപ ചൊരിയണമേ, അഭിഷേകം പകരണമേ. യേശുവേ, യേശുവേ, യേശുവേ. കർത്താവിലേക്ക് കണ്ണുയർത്തി, ഇരുകരങ്ങളും ഉയർത്തി നാവിന്റെ കെട്ടണിയട്ടെ. അതരം തുറന്ന് നമ്മൾ ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ തരണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ആദ്യ വിശ്വാസം അവസാനം വരെ മുറുകെ പിടിക്കുക, അവസാന ശ്വാസം വരെ മുറുകെ പിടിക്കുക. കർത്താവേ, കൃപ തരണമേ, കൃപ തരണമേ. പിശാചിന്റെ ചതികളെ തിരിച്ചറിയാൻ, സാത്താന്റെ വഞ്ചനകളെ തിരിച്ചറിയാൻ കർത്താവേ ജ്ഞാനം തരണമേ, വിവേകം തരണമേ, അറിവ് തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരുകരങ്ങൾ ഉയർത്തി ഹൃദയം തുറന്ന് 3 പ്രാവശ്യം വിശ്വാസത്തോടെ വിളിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കെട്ടറിയട്ടെ, അന്ധവിശ്വാസം അഴിഞ്ഞു മാറട്ടെ. വിശ്വാസ ത്യാഗത്തിന്റെ കെട്ടുകൾ പൊട്ടട്ടെ. വിശ്വാസ ത്യാഗികൾ സത്യവിശ്വാസത്തിന്റെ അഭിഷേകത്താൽ നിറയട്ടെ. ഈശോ, 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 ഈശോ. കുടുംബങ്ങളിൽ വിശ്വാസം നിറയട്ടെ, കൂട്ടായ്മകളിൽ സത്യവിശ്വാസം വ്യാപരിക്കട്ടെ. വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുവാൻ, നിലകൊള്ളുവാൻ കർത്താവേ സഹായിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ നന്ദി. ഹല്ലേലൂയ. നമ്മളിന്ന് കരങ്ങൾ അടിച്ച്, സാധിക്കുന്നവർക്ക് കരങ്ങൾ അടിച്ച്, നമ്മൾ ആയിരിക്കുന്നിടത്ത് നിങ്ങൾ എവിടെയായിരുന്നാലും കരഘോഷത്തോടെ കർത്താവേ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ആദ്യ വിശ്വാസം അവസാനം വരെ മുറുകെ പിടിക്കാൻ. ഭർത്താവ് തടസ്സമാകരുത്, ഭാര്യ തടസ്സമാകരുത്, മക്കള്, മാതാപിതാക്കള്, പ്രിയപ്പെട്ടവര്, സ്നേഹിതര്, ഉപകാരികള്, അധികാരികൾ ആരുമാവട്ടെ, അവസാനം വരെ മുറുകെ പിടിക്കണം. ആര് നമ്മളതിന് തടസ്സപ്പെടുത്തുന്നുവോ, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിനെ പ്രതി അത് ഉപേക്ഷിക്കാൻ നമുക്ക് കഴിയണം, അതിന് മറികടക്കാൻ നമുക്ക് കഴിയണം. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ആമേൻ. അഗ്നിയിനാളങ്ങൾ, വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിനാളങ്ങൾ, വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുവുണ്ട്. ഈശോയെ, അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ എല്ലാവരും ചേർന്ന് പാടുകേ. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്നപ്പോൾ വിശ്വസിച്ചിടും എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്നപ്പോൾ വിശ്വസിച്ചിടുന്നു
എൻ കർത്താവേ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ ഈശോയോട് പറഞ്ഞേ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ ആമേൻ. വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ നമുക്ക് ഏറ്റവും വിലപ്പെട്ട നമ്മുടെ വിശ്വാസമാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വിശ്വാസമാണ്. ഈശോ ഈശോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഈശോയെ സ്തുതി. ആദ്യ വിശ്വാസം അവസാനം വരെ ആരെല്ലാം മുറുകെ പിടിക്കുന്നുവോ അവർ മാത്രമാണ് ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. അല്ലാത്തവരെല്ലാം പുറത്താണ്. പ്രിയപ്പെട്ടവരെ, അല്ലാത്തവരെല്ലാം പുറത്താണ്. കർത്താവ് കരുണയുള്ളവനാണ്, ഒരു സംശയവുമില്ല. ഒരു കാര്യം നമ്മൾ മറക്കരുത്, ചില കാര്യങ്ങളിൽ കർത്താവിന് ഒരു വിട്ടുവീഴ്ചയുമില്ല, ഒരു വിട്ടുവീഴ്ചയുമില്ല. 10 കന്യകമാരുടെ ഉപമ നമ്മൾ എന്താ പഠിപ്പിക്കുന്നത്? ഈ സത്യമാണ്. ചില കാര്യങ്ങളിൽ കർത്താവ് വളരെ കർക്കശക്കാരനാണ്, കർക്കശക്കാരനാണ്. നമ്മുടെ വിശ്വാസത്തോട് ബന്ധപ്പെട്ട് എൻ്റെ സഹോദരി സഹോദരങ്ങളെ, അതുകൊണ്ടല്ലേ വിശ്വാസത്തിന് വേണ്ടി 10,000 രക്തസാക്ഷികളായി മാറിയത്. ഈ നാളുകളിലും വിശ്വാസത്തിന് വേണ്ടി ഓരോ ദിനവും എത്രയോ വ്യക്തികൾ, ജീവിതങ്ങൾ രക്തസാക്ഷിത്വത്തിലേക്ക് നയിക്കപ്പെടുന്നു. അവർക്ക് മരിക്കാൻ ആഗ്രഹമുണ്ടായിട്ടല്ല. ഫെയ്ത്ത്, ഫെയ്ത്ത്, വിശ്വാസത്തെ പ്രതി. ആദ്യ വിശ്വാസം അവസാനം വരെ അവർ മുറുകെ പിടിക്കുകയാണ്, മുറുകെ പിടിക്കുകയാണ്. ഈ ഒരു സമർപ്പണമാണ് എൻ്റെ സഹോദരി സഹോദരങ്ങൾ നമുക്ക് വേണ്ടത്. ഇവിടെ നമ്മളെ പിന്മാറ്റാൻ ആർക്കും സാധ്യമാകരുത്. വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോയ 2 പേരെ പെട്ടെന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾക്ക്. ജീവിതത്തിൽ പ്രതികൂലങ്ങളുടെ, പ്രതിസന്ധികളെ കാറ്റടിച്ചപ്പോഴും വിശ്വാസത്തിൽ അധികമായി ബലപ്പെട്ട മറ്റൊരു വ്യക്തിയെയും കാണിക്കുകയാണ്. 1-ാമത്തെ വ്യക്തി സാംസനാണ്. നമുക്കറിയാം, സാംസനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കർത്താവിന്റെ ആത്മാവ് ശക്തമായി സാംസണിൽ ഉണ്ടായിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തില് നമ്മൾ കാണുന്നുണ്ട് 24-25 വചനങ്ങളിൽ. ദ ബുക്ക് ഓഫ് ജഡ്ജസ് 13-24-25 ന്യായാധിപന്മാരുടെ പുസ്തകം. അവിടെ നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. എന്താ പറയുന്നത്? അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. സാംസൺ എന്നവന് പേരിട്ടു. സാംസൺ എന്ന് അവനെ പേരിട്ടു. കുട്ടി വളർന്നു. കർത്താവ് അവനെ അനുഗ്രഹിച്ചു. സോറായിക്കും എഷ്താവോലിനും മധ്യയുള്ള മഹനേദാനിൽ വെച്ച് കർത്താവിന്റെ ആത്മാവ് അവനിൽ പ്രവർത്തിച്ചു തുടങ്ങി. സാംസണിൽ പ്രവർത്തിച്ചത് കർത്താവിന്റെ സ്പിരിറ്റ്, കർത്താവിന്റെ ആത്മാവ് ശക്തമായി ആവസിച്ചിരുന്നവൻ. സാംസൺ വിശ്വാസത്തിന്റെ കൊടുങ്കാറ്റായിരുന്നു. എബ്രായ പുസ്തകത്തിൽ കാണുന്നുണ്ട് 11-ാം അധ്യായത്തില് വിശ്വാസത്തിലൂടെ അവർ ശത്രുക്കളെ കീഴ്പ്പെടുത്തി. ദൈവജനത്തിന് നേരെ വന്ന ശത്രുസേനകളെ സാംസൺ വിശ്വാസത്തിലൂടെ കീഴ്പ്പെടുത്തി. എത്രയോ അനുഭവങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണാൻ പറ്റും. വീണ്ടും 16-ാം അധ്യായത്തിൽ കർത്താവിന്റെ വചനം പറയുന്നുണ്ട്. 3-ാമത്തെ തിരുവചനം. സാംസന്റെ മേലുണ്ടായിരുന്ന അഭിഷേകത്തിന്റെ ആത്മശക്തിയുടെ വലുപ്പം നമ്മൾ മനസ്സിലാക്കണം. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 3-ാമത്തെ വചനം. എന്താ വചനം പറയുന്നത്? എന്നാൽ സാംസൺ പാതിര വരെ കിടന്നു. പിന്നെ എഴുന്നേറ്റ് പടിപ്പുരയുടെ വാതിൽ കട്ടിലക്കാലോടുകൂടി പറിച്ചെടുത്ത് തോളിൽ വെച്ച് കണ്ടു. ആ സിറ്റി ഗേറ്റ് തോളിൽ വെച്ച് ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോയി. അത്രമാത്രം പവർ അവന്റെ മേലുണ്ടായിരുന്നു. ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ അഭിഷേകം അത്രമാത്രം കുടികൊണ്ട അഭിഷിക്തനായിരുന്നു സാംസൺ. എവിടെയാണ് അവൻ വിശ്വാസത്തിന് പിന്മാറിപ്പോയത്? അവന്റെ വിശ്വാസത്തെ എവിടെയാ പിശാച് മങ്ങലേൽപ്പിച്ചത്? അവൻ എവിടെയാ ക്ഷയം സംഭവിച്ചത്? കർത്താവിന്റെ വാക്കുകൾ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, ഇതുപോലെ
പിശാച് നമ്മളെ പാറ്റുന്ന ചില സമയങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. സാത്താൻ നമ്മളെ പാറ്റുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതിന്റെ മുൻപിലും ചങ്കുറപ്പോടെ ആദ്യ വിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് പ്രത്യേക റിവാർഡ് കർത്താവിന്റെ കയ്യിലുണ്ട്. ഈ സമയത്ത് നമുക്ക് കാണാൻ പറ്റും, ദലീല എന്ന് പറയുന്ന സ്ത്രീ സംസന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഈ സ്ത്രീയെ സ്വന്തമാക്കാനും അവൾ തരുന്ന സുഖത്തിനു വേണ്ടിയും തന്റെ വിശ്വാസത്തെ അവൻ നഷ്ടപ്പെടുത്തുകയാണ്. അവളുടെ പിശാച് സംസനെ പിടുത്തി. സാത്താൻ വെച്ച കെണിയിൽ സംസൻ പെട്ടുപോയി. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, ദലീല എന്ന സ്ത്രീയുടെ മടിയിൽ ഉറക്കം അവന്റെ അഭിഷേകത്തെ ചോർത്തിക്കളഞ്ഞു. അവൻ വിശ്വാസത്തിൽ പിന്മാറിപ്പോയി. കർത്താവിന് വേണ്ടി നിൽക്കേണ്ടവൻ, കർത്താവിന് വേണ്ടി സംസാരിക്കേണ്ടവൻ, വിശ്വാസത്തിലൂടെ ദൈവജനത്തിന് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കേണ്ടവൻ ഇതാ ഒരു പെണ്ണിന്റെ മടിയിൽ കിടക്കുകയാണ്, ഒരു സ്ത്രീയുടെ മടിയിൽ കിടക്കുകയാണ്. അതിനാണ് കർത്താവിനെ വിളിച്ചത്? അതിനാണ് സാംസനെ ദൈവം അഭിഷേകം ചെയ്തത്? അല്ല പ്രിയപ്പെട്ടവരെ, തന്റെ ജനത്തിന് വേണ്ടിയായിരുന്നു. എന്നാൽ സാംസൻ അതെല്ലാം പിശാച് അവനെ മറച്ചു കളഞ്ഞു. അവന്റെ മൈൻഡ് പിശാച് ബൈൻഡ് ചെയ്തു. അവന്റെ മനസ്സിനെ അന്ധമാക്കി സാത്താൻ. തന്മൂലം എന്ത് സംഭവിച്ചു നമ്മൾ കാണുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 19, 20, 21, 25 വചനങ്ങളൊക്കെ. അവിടെ എന്താ പറയുന്നത്? 19, 20 എന്താ വചനം പറയുന്നത്? അവന്റെ ശക്തി വിട്ടുപോയി. അവന്റെ ശക്തി അവനെ വിട്ടുപോയി. പരിശുദ്ധാത്മാവിന്റെ അനോയിന്റിംഗ് വിട്ടുപോയി. ഇതാണ് വിശ്വാസം മങ്ങിപ്പോകുമ്പോൾ. വിശ്വാസം ആരെല്ലാം പിന്മാറിപ്പോ, പിശാചിന്റെ ലക്ഷ്യം അതാണ്. നമ്മുടെ കരുത്തെന്ന് പറയുന്നത് കർത്താവിന്റെ സാന്നിധ്യമാണ്. സഭയെ സഭയാക്കുന്നത് സഭയുടെ മധ്യയുള്ള ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യമാണ്. നമ്മുടെ കുടുംബങ്ങളെ ക്രൈസ്തവ കുടുംബങ്ങളാക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിലുള്ള ഈശോയുടെ സാന്നിധ്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ വെറും ഒരു കോൺക്രീറ്റ് കെട്ടിടമായിട്ട് മാറും, സഭ ഒരു പ്രസ്ഥാനമായിട്ട് മാറും. നമ്മുടെ കരുത്ത് ദൈവത്തിന്റെ സാന്നിധ്യമാണെന്ന് പിശാചിനറിയാം. ഈ സാന്നിധ്യം നഷ്ടപ്പെടുത്തുവാൻ സാത്താൻ ഇന്ന് തന്ത്രപൂർവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ സാംസൺ അതാ ചെയ്തത്. അവന്റെ ശക്തി പോയി. 20-ാമത്തെ വചനം പറയുന്നതാണ് 16-20. കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. കണ്ടോ, കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. തന്നെ വിട്ടുപോയ കാര്യം സംസൻ ഇതാണ് എന്റെ പ്രത്യേകത. അഭിഷേകം വരുന്നത് അറിയാൻ പറ്റും, പോണത് അറിയാൻ പറ്റില്ല. ഇതാണ് പലർക്കും പറ്റുന്ന പ്രശ്നം. അഭിഷേകം നമ്മുടെ മേൽ വരുമ്പോൾ നമുക്കൊരു കുളിരും ഭയങ്കരമായൊരു ചിലർക്കൊരു ചൂടടിക്കുന്ന പോലെ, ചിലർക്ക് കാറ്റടിക്കുന്നത് പോലെ, ചിലർക്ക് എന്തെന്നില്ലാത്തൊരു ആനന്ദം, ഇതൊക്കെ ഉണ്ടാവും. എന്നാൽ ഈ അഭിഷേകം നഷ്ടപ്പെട്ടു പോണ സമയത്ത് ഇതൊന്നും ഉണ്ടാവില്ല പ്രിയപ്പെട്ടവരെ. ആദ്യ വിശ്വാസം അവസാനം വരെ മുറുകെ പിടിക്കണം. സാംസ, നിനക്ക് എവിടെയാ പിഴച്ചു പോയത്? സാംസ, നീ എവിടെയാ വീണുപോയത്? ഈ ഒറ്റ വിഷയത്തിലാണ്. ആ പെണ്ണ് തരുന്ന സുഖത്തിനു വേണ്ടി തന്റെ ആദ്യ വിശ്വാസത്തെ സാംസൺ നഷ്ടപ്പെടുത്തി കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, നല്ലൊരു മാതൃകയായിട്ട് സാംസനെ നമുക്ക് പരാമർശിക്കാൻ പറ്റത്തില്ല. പൂർവ്വ ജോസഫിനെ പോലെ, സാമുവേലിനെ പോലെ, പൗലോസിനെ പോലെ ഒന്നും സാംസന്റെ പേര് നമുക്ക് എല്ലാറ്റിനും മാതൃകയായി പറയാൻ പറ്റത്തില്ല. കാരണം അവൻ വിശ്വാസം നഷ്ടപ്പെടുത്തിയവനാണ്. പക്ഷെ കർത്താവ് കരുണ കാണിച്ചു. കർത്താവിന്റെ കരുണ അതിനേക്കാൾ എത്ര വലുതാണ് പ്രിയപ്പെട്ടവരെ. വിട്ടുപോയത് അറിഞ്ഞില്ല. അവസാനം എന്താ സംഭവിച്ചത്? ആ ഫിലിസ്ത്യരുടെ കൂടെ സാംസനും കൊല്ലപ്പെടുകയാണ്. 16-ാം അധ്യായം 30-ാം വചനത്തിൽ കാണുന്നുണ്ട്. 30-ാമത്തെ വചനം എന്താ പറയുന്നത്? അവനെ കണ്ണു ചുഴന്നെടുത്തു, അവനെ ബന്ധനസ്ഥനാക്കി, അവൻ അഭ്യാസം കാണിച്ചു ഫിലിസ്ത്യരുടെ മുൻപിൽ നിന്ന്. അവൻ പറഞ്ഞു, ഫിലിസ്ത്യരോട് കൂടെ ഞാനും മരിക്കട്ടെ. സർവശക്തി ഉപയോഗിച്ച് അവൻ കുനിഞ്ഞു. കെട്ടിടം അതിലുണ്ടായിരുന്ന പ്രഭുക്കന്മാരുടെ മറ്റാളുകളുടെ മേൽ വീണു. മരണസമയത്ത് അവൻ കൊന്നവർ
ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരെ കണ്ടു. ആ ജനത്തിന്റെ കൂടെ സാമസനും നഷ്ടപ്പെട്ടു പോവാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇവിടെ നമുക്കുള്ള മെസ്സേജ് എന്താണ്? എന്താ നമുക്കുള്ള മെസ്സേജ്? ഈ ലോകത്തിന് മറ്റൊന്നിനും വേണ്ടി നാം നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. ആദ്യ വിശ്വാസം അവസാനം വരെ നമ്മൾ മുറുകെ പിടിക്കണം. എന്തൊക്കെ നഷ്ടപ്പെടേണ്ടി വന്നാലും ആ നഷ്ടപ്പെടലുകൾ കർത്താവിനെ പ്രതിയുള്ള ലാഭങ്ങളാണെന്ന് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് സാവൂളാണ്, ഇസ്രായേലിന്റെ ആദ്യ രാജാവ്. ദൈവം തന്റെ മനസ്സലിവ് കൊണ്ട് നിസാര ഗോത്രജ്ഞനായ സാവൂളിനെ തന്റെ ജനത്തിന് രാജാവാക്കി അഭിഷേകം ചെയ്തു. 1 സാമുവേൽ 10:1 നമുക്ക് കാണാൻ പറ്റും. അവിടെ അഭിഷേകം ചെയ്യുകയാണ്. വീണ്ടും ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, ഈ പരിശുദ്ധാത്മ അഭിഷേകത്താല് സാവൂൾ പ്രവചിക്കുകയാണ്. സ്പിരിറ്റ് ഓഫ് പ്രൊഫസി, പ്രവചനങ്ങൾ വെളിപ്പെടുകയാണ്. കർത്താവ് സാവൂളിലൂടെ സംസാരിച്ചു. അത്ര വലിയ കൃപ ലഭിച്ചവനായ സാവൂൾ. 1 സാമുവേൽ 10-ാം അധ്യായം 10-ാമത്തെ തിരുവചനം, 1 സാമുവേൽ 10:10. നമുക്ക് ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം. സാവൂളും ഭൃത്യനും ഗിബെയായിലെത്തിയപ്പോൾ പ്രവാചക ഗണത്തെ കണ്ടു. ഉടൻ ദൈവത്തിന്റെ ആത്മാവ് അവനിൽ ശക്തമായി പ്രവർത്തിച്ചു. സാവൂളിൽ ശക്തമായി പ്രവർത്തിച്ചു. അവനും അവരോടൊത്ത് പ്രവചിച്ചു. സാവൂളും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങി. സ്പിരിറ്റ് ഓഫ് പ്രൊഫസി, പ്രവചനങ്ങൾ വെളിപ്പെടുകയാണ്. ഇതുപോലെ ദൈവം അഭിഷേകം ചെയ്തവൻ, ദൈവം കൂടെ നടന്നവൻ, ദൈവശക്തിയോടടുത്ത് ഉപയോഗിച്ചവൻ, വിശ്വാസത്തിന് തീപന്തമായിരുന്ന സാവൂളെ, നിനക്ക് എവിടെയാ പിഴച്ചു പോയത്? ഈ നോമ്പ് കാലത്ത് കർത്താവിന്റെ നിർമ്മലമായ വചനത്തിന്റെ മുൻപിലിരുന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ തന്നെ പരിശോധിക്കണം. നമ്മുടെ വിശ്വാസം നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? മുറുകെ പിടിക്കേണ്ട വിശ്വാസത്തെ നമ്മൾ ലൂസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടോ? നമുക്ക് ചിലത് സ്വന്തമാക്കാൻ വേണ്ടി നമ്മളെ കർത്താവിനെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഇവിടെ സാവൂളിന് എന്ത് സംഭവിച്ചു? ഇതുപോലെ കർത്താവ് പ്രവർത്തിച്ച്, ഇതുപോലെ കർത്താവ് സ്നേഹിച്ച സാവൂള് എന്താ ചെയ്തത്? സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 13-ാം അധ്യായത്തിലൂടെ വരുമ്പോൾ കാണാൻ പറ്റും. കർത്താവിനെ വേദനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്. അവൻ വിശ്വാസത്തിന് പിന്മാറിപ്പോയി. തന്റെ അധികാരം നിലനിർത്തുവാൻ വേണ്ടി, ജനത്തിന്റെ കയ്യടിക്ക് വേണ്ടി കർത്താവിന്റെ വാക്കുകൾ അവഗണിക്കുകയാണ്, വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുകയാണ്. പലപ്പോഴും നമ്മൾ വിശ്വാസം ഏറ്റുപറയേണ്ടവരായ ചില സാഹചര്യങ്ങളുടെ മുൻപിൽ നമ്മുടെ ഫെയ്ത്ത് ഏറ്റുപറയേണ്ടി വരും. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കുന്നു ചിന്തിച്ച് നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി പലപ്പോഴും വെളിപ്പെടുത്തുന്നില്ല. ഐ എം എ ക്രിസ്ത്യൻ, ഐ എം എ കാത്തലിക്. അഭിമാന ബോധത്തോടെ പറയാൻ പറ്റുന്നില്ല. പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും? എന്റെ സ്വാധീനം നഷ്ടപ്പെട്ടാലോ, ഞാൻ ഒറ്റപ്പെട്ടു പോയാലോ, എന്നെ ഒരു വർഗീയവാദിയായി കണക്കാക്കിയാലോ? ഇങ്ങനെയാണ് അനേകർ ചിന്തിക്കുന്നത്. എന്റെ സഹോദരി സഹോദരങ്ങളെ, വിശ്വാസം ഏറ്റുപറയാൻ നമുക്ക് ലഭിക്കുന്ന ഒരു അവസരവും നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. എന്ന് പറഞ്ഞ അവിവേകം കാണിക്കുക എന്നല്ല എൻ്റെ അർത്ഥം. ഇവിടെ സാവൂള് ജനത്തിന്റെ കയ്യടിക്ക് വേണ്ടി, ജനം നൽകുന്ന മാന്യതയ്ക്ക് വേണ്ടി വിശ്വാസം വിട്ടുകളയാണ്. അവൻ ലൂസ് ചെയ്തു. നമുക്ക് വേണ്ടത് ലൂസിങ് സ്പിരിച്വാലിറ്റി അല്ല, നോ കോംപ്രമൈസിന്റെ സ്പിരിച്വാലിറ്റിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ ഒന്നും കൂടി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ലൂസിങ് സ്പിരിച്വാലിറ്റി അല്ല കേട്ടോ. എല്ലാവരെയും ഇങ്ങനെ പ്രീതിപ്പെടുത്തുന്ന സ്പിരിച്വാലിറ്റി അത് വേണ്ട. അതിലൊന്നും കർത്താവില്ല പ്രിയപ്പെട്ടവരെ. എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടുള്ള ആത്മീയതയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കാൻ, വിശ്വാസത്തിന് വേണ്ടി ചങ്ക് കൊടുക്കാൻ, വിശ്വാസത്തിന് വേണ്ടി മരിക്കേണ്ടി വന്നാൽ മരിക്കാൻ തയ്യാറുള്ള ഒരു സമർപ്പണത്തിന്റെ ഫെയ്ത്ത്, ഇതിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. ഇവിടെ സാവൂള് അവൻ വീട് പോയി. കർത്താവ് സാവൂളിനെ കുറിച്ച് പൊട്ടിക്കരയ, ചങ്ക് തകർന്ന് കർത്താവ് പറയാണ്. കർത്താവിന് വേദന മനസ്സിലാക്കണം.
1 സാമുവേൽ 15:10. ആ വചനം എല്ലാവരും ശ്രദ്ധിച്ച്. 1 സാമുവേൽ 15-ാം അധ്യായം 10-ാമത്തെ വചനം. എന്താ പരിശുദ്ധാത്മ പറയുന്നത്? കർത്താവ് സാമുവേലിനോട് അരുളി ചെയ്തു, സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു. എന്റെ ദൈവമേ, സാവൂളിനെ രാജാവാക്കിയത് ഞാൻ എന്നോട് പറയാണ്, സന്തോഷിനെ ഞാൻ എന്റെ ശുശ്രൂഷകനാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നത് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ എന്റെ കാര്യം? ഞാൻ എന്തോരം വാതോരാതെ പ്രസംഗിച്ചാലും, കർത്താവിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി എന്തുമാത്രം കഠിനമായി അധ്വാനിച്ചാലും, കർത്താവ് എന്നോട് പറയാ, ഞാൻ നിന്നെ എന്റെ ശുശ്രൂഷകനാക്കി, എന്റെ ദാസനാക്കിയതിൽ ഞാൻ ഇന്ന് ദുഃഖിക്കുകയാണെന്ന് പറഞ്ഞാൽ അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം. പ്രിയപ്പെട്ടവരെ, മറന്നുപോകരുത് നമ്മളത്. കർത്താവ് സാമുവേൽ പ്രവാചകനോട് പറഞ്ഞു, സാമുവേലേ, ഞാൻ എന്തൊരു പ്രതീക്ഷയോട് കൂടെയാ ഞാൻ സാവൂളിനെ രാജാവാക്കിയത്. ഞാനിപ്പോൾ വേദനിക്കുകയാണ്. കാരണം എന്താ? തന്റെ ആദ്യ വിശ്വാസം അവൻ വിട്ടുകളഞ്ഞു. എന്തിനു വേണ്ടി? കയ്യടിക്ക് വേണ്ടി. എന്തിനു വേണ്ടി? മാനുഷിക ഭീതിക്ക് വേണ്ടി. എന്തിനു വേണ്ടി? ലോകം ഓ ഗുഡ് ഗുഡ് ഗുഡ്, നല്ലത് നല്ലത് നല്ലതെന്ന് കേൾക്കാൻ വേണ്ടി. അവസാനം പിന്നെ എന്താ പറ്റിയത്? 16-ന്റെ 1 കൂടി നമുക്കൊന്ന് വായിക്കാം. 1 സാമുവേൽ 16-1. ആ വചനം കൂടി എല്ലാവരും പറ്റുമെങ്കിൽ സ്ക്രീനിലോട്ട് നോക്കി വായിക്കുക. കർത്താവ് സാമുവേലിനോട് പറഞ്ഞു, ഇസ്രായേലിന്റെ രാജത്വത്തിൽ നിന്ന് സാവൂളിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവനെ ഓർത്ത് നീ എത്ര നാള് വിലപിക്കും? ഞാൻ തള്ളിക്കളഞ്ഞു, ഞാൻ അവനെ റിജക്ട് ചെയ്തു, ഞാൻ അവനെ അവഗണിച്ചു. അവൻ എന്റെ വാക്കുകൾ പലപ്പോഴുമായി ചവിട്ടിക്കളഞ്ഞു. അവൻ എന്നെ അപമാനിച്ച് അവഹേളിച്ചു. കർത്താവ് പറഞ്ഞു, സാമുവേലേ, നീ വിഷമിക്കണ്ട, മറ്റൊരുത്തനെ ഞാൻ ഉയർത്താൻ പോവാണ്. ഇതിനേക്കാൾ വലിയ ദുഃഖകരം എന്ന് പറയുന്നത് എന്താണെന്നറിയാം? ഇങ്ങനെ അഭിഷേകം കിട്ടിയ, ഇതുപോലെ വിശ്വാസത്തിന് വേണ്ടി നിന്ന, ആദ്യ സമയത്തേ പറയണേ, പ്രവചനങ്ങൾ വെളിപ്പെട്ട സാവൂളും പ്രവാചകനായിരുന്നു. പ്രൊഫസികൾ, കർത്താവിന് വേണ്ടി പ്രൊഫസീസ് പറഞ്ഞ സാവൂള് പിന്നെ എങ്ങടെ പോണെന്നറിയോ? കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ പറ്റാതെ വന്നപ്പോൾ മന്ത്രവാദിയുടെ അരികിലേക്ക്. എന്റെ ദൈവമേ, ഇതിനേക്കാൾ ഒരു തകർച്ച കിട്ടാനുണ്ടോ? മന്ത്രവാദിയുടെ അരികിലേക്ക്. അനുതപിക്കേണ്ടതിന് പകരം കർത്താവിന് മുൻപിലിരുന്ന് ചങ്ക് പൊട്ടി, കർത്താവെ തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കേണ്ടതിന് പകരം മറ്റൊരു ആസൂത്രണത്തിലേക്ക് പോവാ, സ്കീമിങ്ങിലോട്ട് പോവാണ്. മന്ത്രവാദിയുടെ അടുത്തേക്ക്. ആര്? ഇതുപോലെ പ്രവചനങ്ങൾ പറഞ്ഞവൻ, ഇതുപോലെ കർത്താവിന് വേണ്ടി നിന്നവൻ. കൊണ്ട് വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ സംഭവിക്കുന്ന കാര്യമുണ്ടോ? പിന്നെ പിശാചിന്റെ കയ്യിലെ കളിപ്പാവയായിട്ട് മാറണം. സാത്താൻ തട്ടി മുട്ടി അവന്, അത് ഏത് വ്യക്തിയാണെങ്കിലും ആ വ്യക്തി അങ്ങനെ പിശാച് ഉപയോഗിക്കാൻ തുടങ്ങും. സാമുവേൽ 1-ാം പുസ്തകം 28-ാം അധ്യായം 7-ാമത്തെ വചനം, 28-7. പെട്ടെന്ന് വായിക്കാം നമുക്ക് വചനം. അപ്പോൾ സാവൂൾ ഭൃത്യന്മാരോട് പറഞ്ഞു, ഒരു മന്ത്രവാദിനെ അന്വേഷിക്കുക. എന്റെ ദൈവമേ, ഒരു കർത്തൃദാസൻ അന്വേഷിക്കാനല്ല പറഞ്ഞേ, പ്രവാചകൻ അന്വേഷിക്കാനല്ല പറഞ്ഞേ, ഒരു മന്ത്രവാദിനിയെ അന്വേഷിക്കുക. നമ്മൾ ഇതുപോലെ പലതും അന്വേഷിക്കുന്നില്ലേ? നമ്മൾ പലതും കർത്താവിന് വിട്ടുകളഞ്ഞ് നമ്മൾ പലതിനെയും പുറകെ പോകുന്നില്ലേ? കർത്താവിന്റെ അരൂപി വേദനയോടെ ചോദിക്കുക, പ്രിയപ്പെട്ടു, എന്തുകൊണ്ട് അനുഗ്രഹങ്ങൾ തടസ്സപ്പെട്ടു പോകുന്നത്? എന്തുകൊണ്ട് പലപ്പോഴും ദൈവകൃപ നമുക്ക് പ്രാപിക്കാൻ കഴിയാതെ പോകുന്നത്? കർത്താവിനെ മാറ്റി നിർത്തി ഞാനും നിങ്ങളും പലപ്പോഴും ഇതുപോലെ കർത്താവില്ലാത്ത, കർത്താവിന്റെ ആത്മാവില്ലാത്ത പലതിനെയും നമ്മൾ അന്വേഷിക്കുന്നു, അതിന്റെ പുറകെ പോകുന്നു. സാവൂളും നമ്മൾ ഒരു വ്യത്യാസമില്ല. പലപ്പോഴും മന്ത്രവാദിന് അരികിലേക്ക് പോവാണ്, മന്ത്രവാദിനെ കൊണ്ടുവരാനായിട്ട്. വിശ്വാസം ലൂസ് ചെയ്തു പോയി. അവസാനം ഈ സാവൂളിന് എന്താ പറ്റിയത്? 1 സാമുവേൽ 31-4 വരണം. 1 സാമുവേൽ 31-4. സാവൂൾ തന്റെ ആയുധവാഹകനോട് പറഞ്ഞു, ഈ അപരിചിതർ എന്നെ അപമാനിക്കുകയും കുത്തിക്കൊല്ലുകയും ചെയ്യാതിരിക്കേണ്ടതിനെ വാളൂരി എന്നെ കൊല്ലുക. പക്ഷെ അവനത് ചെയ്തില്ല. അത്യധികം അവൻ ഭയപ്പെട്ടിരുന്നു. അപ്പോൾ സാവൂൾ എന്ത് ചെയ്തു? അതിനാൽ സാവൂൾ സ്വന്തം വാളിന്മേൽ വീണു മരിച്ചു. ഇതിന് പറയുന്ന പേരെന്താ? ആത്മഹത്യ. വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ പലരുടെ ജീവിത അവസാനം ഉണ്ടല്ലോ, നിരാശപ്പെട്ട് ആത്മഹത്യ. പലരും വലിയ ഡിപ്രഷനിലേക്ക് പോകുന്നു. ദൈവനിഷേധ ദൈവദൂഷകരുമായ പലരുടെ മരണം
ചരിത്രങ്ങളിൽ സംഭവിച്ചത് നമ്മൾ പഠിക്കുമ്പോൾ വളരെ ഭയപ്പെട്ട് അലറി വിളിച്ച് കൂകി വിളിച്ചാണ് അവര് പലപ്പോഴും മരണസമയത്ത് പെരുമാറിയത്. ദൈവമില്ലാത്തവന്റെ ജീവിതം വളരെ അപകടമാണ് പ്രിയപ്പെട്ടവരെ. വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ വിശ്വാസം ക്ഷയിപ്പിക്കാൻ പിശാചിനെ അനുവദിക്കരുത്. ഈ ലോകത്തെ ഒന്നിനെയും അനുവദിക്കരുത്. ഇവിടെ രണ്ടുപേര് വിശ്വാസത്തിന് പിന്മാറിപ്പോയി. നമ്മുടെ വിശ്വാസം ക്ഷയിച്ചു. ആദ്യ വിശ്വാസം അവർ നഷ്ടപ്പെടുത്തി. എന്നാൽ മറ്റൊരു വ്യക്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് വിശുദ്ധ പൗലോസാണ്. പൗലോസ്ലിഹ കർത്താവിന്റെ തീയ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട അപ്പോസ്തലനാണ് വിശുദ്ധ പൗലോസ്. Paul was fire. അപ്പോസ്തലനായ പൗലോസ് റോമക്കാർക്ക് ഇത് ലേഖനം 8-ാം അധ്യായം 35-ാമത്തെ വചനം. എല്ലാവരും വചനം ഒന്ന് വായിച്ച്. റോമർ 8:35. പൗലോസ് ചോദിക്കുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ഒരു ജെനുവിൻ ബിലീവറുടെ ലൈഫ് ഇതാണ്. ഒരു യഥാർത്ഥ ദൈവ പൈതൽ, ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ലൈഫാണിത്. എന്റെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? ആരെന്നെ വേർപെടുത്തും? തുടർന്ന് പൗലോസ് ശ്ലീഹ എന്താ പറയുന്നത്? ക്ലേശമോ? ക്ലേശത്തിന് പറ്റത്തില്ല. പലരുടെയും ജീവിതത്തിൽ ക്ലേശങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ അവർ വിശ്വാസം നഷ്ടപ്പെടുത്താണ്. സാവൂൾ മന്ത്രവാദിനെ തേടിയതുപോലെ ഈ ക്ലേശത്തിന് രക്ഷപ്പെടാൻ ലോകത്തിന് കുറുക്ക് വഴികളിലേക്ക് പോകുന്നു. ദുരിതമോ? പൗലോസ് പറഞ്ഞു, ക്ലേശമോ ക്ലേശമോ അതൊന്നും വില പോവുകയില്ല. നോ കോംപ്രമൈസിന്റെ ഫെയ്ത്ത് ആയിരുന്നു വിശുദ്ധ പൗലോസിനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ലേശമോ ദുരിതമോ? അടുത്തെന്താ പൗലോസ് പറയുന്നത്? പീഡനമോ? ഒരു പീഡനത്തിനും എന്റെ വിശ്വാസത്തെ ക്ഷയിപ്പിക്കാൻ പറ്റത്തില്ല. എന്റെ വിശ്വാസം ദുർബലമാക്കാൻ പറ്റത്തില്ല. പട്ടിണി, ദാരിദ്ര്യത്തിന്, കൊടിയ ദാരിദ്ര്യത്തിന് എന്റെ വിശ്വാസത്തെ ക്ഷയിപ്പിക്കാൻ, ദുർബലമാക്കാൻ പറ്റത്തില്ല. എന്റെ ആദ്യ വിശ്വാസം ഞാൻ മുറുകെ പിടിക്കും. നഗ്നതയ്ക്കോ ആപത്തിനോ, അവസാനം എന്താ പറയുന്നത്? വാളോ എന്ന് പറഞ്ഞ മരണത്തിനോ. മരണത്തിന് നമ്മൾ പാടുന്നില്ലേ ആ വരികള്? ജയിലറ ഈർച്ചവാളോ കണ്ണുനീർ താഴ്വരയിൽ, ആ പാട്ടിൽ ആ വരികള് ഒന്ന് പറ്റുമെങ്കിൽ ആ വരികൾ ഒന്ന് ഏറ്റുപാടിക്ക്. വരികള് നിന്മനമിളകാതെ, നിന്മനം പതറാതെ, നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. തീച്ചൂള സിംഹക്കുഴി, അതന്നെ പൊട്ടക്കിണർ മരുഭൂമി, ജയിലറയിച്ചവാളോ മരണമോ വന്നിടട്ടെ. ഇതാണ് യഥാർത്ഥ വിശ്വാസിയുടെ നിലപാട്. തീച്ചൂള സിംഹക്കോഴി കർത്താവിനെ പ്രതി, പൊട്ടക്കിണർ മരുഭൂമി, സത്യവിശ്വാസത്തിനു വേണ്ടി ഈർച്ചവാളോ മരണമോ വന്നിടട്ടെ. ആദ്യ വിശ്വാസം അവസാനം വരെ മുറുകെ പിടിച്ച കർത്താവിന്റെ വിശ്വസ്തനായ ദാസൻ അപ്പോസ്തലനായ പൗലോസ്. അതുകൊണ്ട് പൗലോസ് ഇപ്രകാരം പറഞ്ഞു, തിമോത്തിയോസിന് 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 7-8 വചനങ്ങളിൽ പൗലോസിന് ഉറപ്പായിരുന്നത്, എന്നാ ഒരു ഉറപ്പായിരുന്നു തന്റെ രക്ഷയെക്കുറിച്ച്, തന്റെ നിത്യതയെക്കുറിച്ച്. പക്ഷെ പൗലോസിന് നല്ല ഉറപ്പായിരുന്നു. നമുക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട് പ്രിയപ്പെട്ടവരെ? നമ്മളിപ്പോഴും ആടിക്കൊണ്ടിരിക്കുക. എന്താവും? ശുദ്ധീന സ്ഥലത്താണോ? സ്വർഗത്തിലാണോ? ഇനി നരകത്തിൽ അറിയാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. ആത്മരക്ഷ ഉറപ്പ് വരുത്തി ജീവിച്ചോ? ആ വചനം നമുക്ക് ശ്രദ്ധിക്കാം. 2 തിമോത്തി 4:7-8. ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം
പൂർത്തിയാക്കി. വിശ്വാസം കാത്തു. ആദ്യ വിശ്വാസം അവസാനം വരെ എന്റെ പൊന്നു കർത്താവേ ഞാൻ കാത്തു, ഞാൻ മുറുകെ പിടിച്ചു. അതുകൊണ്ട് പൗലോസ് ഉറപ്പോടെ പറയാ, എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നീതിപൂർവ്വം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അതെനിക്ക് സമ്മാനിക്കും. എനിക്ക് മാത്രമല്ല, അവന്റെ ആഗമനത്തെ സ്നേഹപൂർവം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആരൊക്കെ ഈ ആദ്യ വിശ്വാസം അവസാനം വരെ മുറുകെ പിടിക്കുന്നുവോ അവർക്കെല്ലാവർക്കും കർത്താവ് the crown of righteousness, നീതിയുടെ കിരീടം സമ്മാനിക്കും. ഒരു പ്രത്യാശയോടെ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ബലപ്പെടുത്തുക. വിശ്വാസം ക്ഷയിക്കുവാൻ, ദുർബലമാക്കുവാൻ ഒന്നിനെയും അനുവദിക്കരുത്. വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്ന ഒരു കൂട്ടത്തിലാണ് നമ്മൾ. വിശ്വാസം നഷ്ടപ്പെടുത്തി പിന്മാറി നശിപ്പിക്കപ്പെടുന്ന ഒരു കൂട്ടത്തിലല്ല ദൈവമക്കളെ. നമുക്കതിനായി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൃപയ്ക്ക് വേണ്ടി, കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്തിന്റെ ആരംഭ സമയങ്ങളിൽ കൂടുതൽ ദൈവകൃപയിലും ദൈവ സാന്നിധ്യത്തിലും ദൈവശക്തിയിലും ദൈവിക ജ്ഞാനത്തിലും നമ്മൾ നിറയപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം.